ഇന്നത്തെ വീഡിയോ ഒരു പിങ്ക് സോഫ്റ്റ് ഗ്ലാം മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. സോ ഒരു എൻഗേജ്മെൻറ്റിന് പോയ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് ടോണർ യൂസ് ചെയ്ത് അതിനുശേഷം ഒരു പിങ്ക് ടിൻറ്റാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടി റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. ഇത് വെറും പ്രൈമർ മാത്രമല്ല, നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാൻ, നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ, പോസ് മോഡിഫൈ ചെയ്യാൻ, നമുക്ക് മേക്കപ്പിൻ്റെ മോയ്സ്ചറൈസറായി, പ്രൈമറായി, ഹൈലൈറ്ററായി യൂസ് ചെയ്യാൻ പറ്റുന്ന 3-in-1 പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഷെയ്ഡ് N03 പിങ്ക് ടിൻറ്റാണ്. നമ്മുടെ മേക്കപ്പ് മെയ്ഡ് ഫിനിഷിംഗ് നൽകാതെ നല്ല ഗ്ലോയി ലുക്ക് നൽകണമെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ മുമ്പ് ഇതുപോലെ ഹൈലൈറ്റിംഗ് പ്രൈമർ, ഹൈലൈറ്റിംഗ് ക്രീംസ് യൂസ് ചെയ്യുക. സ്വിസ് ബ്യൂട്ടി റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്യുക. ലാക്മി ലൂമി ക്രീം യൂസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്കൊരു ലിപ് ബാം യൂസ് ചെയ്യുക. ഇത് സെബാമെഡ് SPF 30 അടങ്ങിയിട്ടുള്ളൊരു ലിപ് ബാമാണ്. ട്രാൻസ്പെറൻറ്റ് കളറാണ്. സോ നമ്മൾ അപ്ലൈ ചെയ്ത ഹൈലൈറ്റിംഗ് പ്രൈമർ കംപ്ലീറ്റ് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയി കഴിഞ്ഞു. നെക്സ്റ്റ് വീണ്ടും ഒരു പിങ്ക് പ്രൊഡക്റ്റാണ്. സോ ഇത് റിനി ബോളിവുഡ് ഫിൽറ്റർ പ്രൈമറാണ്. ഓൾറെഡി ഈ പ്രൊഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്തിരുന്നു. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് കംപ്ലീറ്റായി സ്മൂത്ത് ടെക്സ്ചർ നൽകാൻ ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. സോ റിവ്യൂ ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. പ്രൈമർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ പോർസ് ഹൈഡ് ചെയ്യാൻ മാത്രമല്ല, സ്മൈലി ലൈൻസ്, വ്രിങ്കിൾസ് ആൻഡ് നമ്മുടെ മേക്കപ്പിന് മെയിനായിട്ട് പറയുകയാണെങ്കിൽ മേക്കപ്പിൻ്റെ സ്മൂത്ത് ബേസ് ടെക്സ്ചർ നൽകാനാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. പ്രൈമർ അപ്ലൈ ചെയ്ത് അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവൂ. ഇത് മമ എർത്ത് ഗ്ലോ സിറം ഫൗണ്ടേഷൻ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ആൻഡ് ഇത് 02 ക്രീമി ഗ്ലോ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. CTM പ്രോസസ്സ് കഴിയാതെ ഒരിക്കലും നിങ്ങൾ മേക്കപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ മേക്കപ്പിൻ്റെ ബേസായ പ്രൈമർ അപ്ലൈ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവൂ. കാരണം മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സാണ്. ഇത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യും. സോ അതിന് മുമ്പ് നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ കറക്റ്റായി ഫോളോ ചെയ്തിരിക്കണം. ആൻഡ് പ്രൈമർ മസ്റ്റാണ്. കാരണം നമ്മുടെ മേക്കപ്പ് സ്മൂത്ത് ടെക്സ്ചർ നൽകുക മാത്രമല്ല, കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മുടെ സ്കിന്നിനകത്ത് പോവാതെ ഒരു സേഫ്റ്റി ലെയറായി നമുക്ക് ഈ പ്രൈമർ പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻഡ് ഒരു മേക്കപ്പിന് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ മാത്രമേ യൂസ് ചെയ്യാവൂ. ആ യൂസ് ചെയ്ത ബ്യൂട്ടി ബ്ലെൻഡർ നെക്സ്റ്റ് ഡേ മേക്കപ്പ് ചെയ്യാൻ യൂസ് ചെയ്യരുത്. ആൻഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നിങ്ങളത് സേഫായി എടുത്ത് വെക്കാവൂ. സോ നിങ്ങൾക്ക് ലിറ്റിൽ ബിറ്റ് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഫൗണ്ടേഷൻ നമ്മുടെ കണ്ണിൻ്റെ താഴെ മുകളിൽ അപ്ലൈ ചെയ്യണമെന്നില്ല. നമ്മൾ ഡയറക്റ്റ് കൺസീലർ യൂസ് ചെയ്യുക. ഓൾറെഡി നമ്മൾ സ്കിൻ പ്രീപ്പ് ചെയ്ത് കഴിഞ്ഞു, പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഫേസ് മുഴുവൻ നല്ലപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഡാം ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ നമ്മൾ യൂസ് ചെയ്യാത്ത സൈഡ് യൂസ് ചെയ്ത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യണം. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എക്സ്ട്രാ പ്രോഡക്റ്റ് സ്മഡ്ജ് ആവാത്ത സെറ്റ് ആവാത്ത പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആവുകയും ചെയ്യും. ആൻഡ് എക്സ്ട്രാ ഫൗണ്ടേഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആവുകയും ചെയ്യും. ഇനി കൺസീലർ യൂസ് ചെയ്യുക. ഇത് ലാക്മി 95 പ്രൈമർ പ്ലസ് മേറ്റ് ലിക്വിഡ് കൺസീലർ. ഇത് 10 ഐവറി ഷെയ്ഡാണ്. ഇത് നമ്മൾ സെയിം ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ഡാബ് ചെയ്യണം. അല്ലെങ്കിൽ നൈക്കയുടെ കൺസീലർ ബ്രഷ് യൂസ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് കൺസീലർ സ്മഡ്ജാണ്. അതും ബിഗിനേഴ്സിനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ക്രീസ് ലൈൻസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ പെർഫെക്റ്റായി നമുക്ക് ഒരു സ്മൂത്ത് ടെക്സ്ചർ നൽകുന്ന പോലെ നമുക്ക് കൺസീലർ യൂസ് ചെയ്യാൻ നൈക്കയുടെ കൺസീലർ ബ്രഷ് യൂസ് ചെയ്യാം. കാരണം കൺസീലർ ഫൗണ്ടേഷൻ പോലെയല്ല. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ബട്ട് കൺസീലർ കുറച്ച് തിക്ക് പ്രൊഡക്റ്റാണ്. തിക്ക് പ്രൊഡക്റ്റ് നമ്മൾ വളരെ ക്ലിയറായി സ്മച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ക്രീസ് ലൈൻസ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസിബിൾ ആവും. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷൻ ആൻഡ് കൺസീലർ നല്ലപോലെ സെറ്റ് ചെയ്യുക. അത് ഒരിക്കലും കേക്കി ആവാതെ ആൻഡ് ഓയിലി ആവാതെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യാനായി ഇത് LA കളർ സെറ്റിംഗ് സ്പ്രേ ആണ്. സോ എനിക്ക് ഏറ്റവും ബെസ്റ്റ് സെറ്റിംഗ് സ്പ്രേ ബ്യൂട്ടി ബ്ലെൻഡർക്ക് സ്പ്രേ ചെയ്ത് അത് നമ്മുടെ ഫേസ് മുഴുവൻ നമ്മൾ സെയിം ഫൗണ്ടേഷൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നത് പോലെ ഇതുപോലെ ഡാബ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഫേസിലേക്ക് സ്പ്രേ ചെയ്യുക. ബട്ട് ഇതുപോലെ ഡാം ബ്യൂട്ടി ബ്ലെൻഡറിൽ നിങ്ങൾ സ്പ്രേ ചെയ്യണമെങ്കിൽ ഫേസ് മുഴുവൻ ആദ്യം ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ മാത്രം നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ചെയ്യാവൂ. നെക്സ്റ്റ് നമ്മുടെ മേക്കപ്പ് ഒന്നും കൂടി നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. അതിനായി ഞാനിവിടെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടി ഓയിൽ 2-in-1 കൺട്രോൾ കോമ്പാക്ട് പൗഡർ. ഇത് 02 ലൈറ്റ് മീഡിയം ഷെയ്ഡാണ്.
ഇന്നത്തെ മേക്കപ്പിൻ്റെ ഒരു സെറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പ്രൈമർ, ഫൗണ്ടേഷൻ, കൺസീലർ, കോമ്പാക്ട് പൗഡർ, സെറ്റിംഗ് സ്പ്രേ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്തിട്ടെടുക്കാം. ഇത് സ്വിസ് ബ്യൂട്ടി മൈക്രോ പ്രിസിഷൻ ഐബ്രോ പെൻസിലാണ്. ഓൾറെഡി പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിരുന്നു. നമ്മൾ വീട്ടിൽ സ്വയം ഐബ്രോസ് ത്രെഡ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഐബ്രോസ് ഇതുപോലെ ഫിൽ ചെയ്ത ശേഷം അത് ഐബ്രോ പാലറ്റ് യൂസ് ചെയ്ത് ഫിൽ ചെയ്യുക. അതേപോലെ തന്നെ ഐബ്രോ പെൻസിൽ, ഐബ്രോ പെൻ യൂസ് ചെയ്ത് നമ്മൾ ഫിൽ ചെയ്യുക. അതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ ഹെയർ എവിടെയെങ്കിലും നമുക്ക് വിസിബിൾ ആവും. അത് ജസ്റ്റ് നിങ്ങൾ ത്രെഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് പ്ലക്കർ യൂസ് ചെയ്ത് അപ്പം തന്നെ റിമൂവ് ചെയ്യുക. ബട്ട് നമ്മൾ ഫൗണ്ടേഷൻ എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ അതുകൊണ്ട് ത്രെഡ് യൂസ് ചെയ്യരുത്. ജസ്റ്റ് പ്ലക്കർ യൂസ് ചെയ്ത് ഇതുപോലെ അത് മാത്രം ആ എക്സ്ട്രാ ഹെയർ മാത്രം പ്ലക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കൊരു നെക്സ്റ്റ് പിങ്ക് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാം. ഇത് സ്വിസ് ബ്യൂട്ടി പ്രോ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റ് പാലറ്റ് 02 ഷെയ്ഡാണ്. ഇതിലേക്ക് പിങ്ക് ബ്ലഷാണ് ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ പിങ്കാന്ന് വിചാരിച്ച് നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം പിങ്ക് അല്ല, കുറച്ച് ബ്ലാക്കും ബ്രൗണും എല്ലാം വരുന്നുണ്ട്. ഗിവ് അവേ കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോയി തോന്നുന്നു. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആൻഡ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നമ്മളിനി കോൺടൂർ ചെയ്യാം. ഇത് നൈക്ക 07 ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. കോൺടൂർ എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പിൽ ഒരു വളരെ ഹെൽപ്ഫുൾ പ്രൊഡക്റ്റാണ്. നമ്മുടെ ചീക്ക് ബോൺസ്, നമ്മുടെ ഈ ജോ ലൈൻ, നമ്മുടെ ചബ്ബി ചീക്സ് എല്ലാം ഹൈഡ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ബട്ട് കോൺടൂർ നമ്മൾ ഇതുപോലെ ലൈന് വരച്ചാൽ മാത്രം മതിയാവില്ല, അത് നല്ലപോലെ സ്മച്ച് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചീക്ക് ബോൺസും നമ്മൾ അത് എൻഹാൻസ് ചെയ്യാനാണ് നമ്മൾ ഈ കോൺടൂർ യൂസ് ചെയ്യണത്. നല്ലപോലെ സ്മച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത്, ഫംഗ്ഷന് പോകുന്ന സമയത്ത് ആ ലൈൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആവും. സോ അത് വിസിബിൾ ആവാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ നല്ലപോലെ സ്മച്ച് ചെയ്യണം. നോസിൽ കോൺടൂർ ഇങ്ങനെ ആണ് ഈ ടെക്നിക്കാണ് എനിക്ക് ഹെൽപ്ഫുൾ. നോസിൽ കോൺടൂർ ഞാൻ ഓൾറെഡി 2 സൈഡ് വരച്ചിരുന്നു. അത് നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് സ്മച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോർമൽ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് നമ്മൾ ഇതുപോലെ ചെയ്യുക. ഈ പ്രൊഡക്റ്റ് ഞാൻ ലാസ്റ്റായി റിവ്യൂ ചെയ്തിരുന്നു. നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഡസ്റ്റ് ആൻഡ് വളരെ ക്ലീനായി ഹൈജീനിക്കായി എങ്ങനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് സോ ചാനലിലെ വീഡിയോ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് ബ്രഷസ് എല്ലാം ഇതിൽ സേഫായി വയ്ക്കുക, ഡസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ. ഇനി നമ്മളൊരു പിങ്ക് ഐ മേക്കപ്പ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ആൻഡ് അതിനായി ഞാനിവിടെ സ്വിസ് ബ്യൂട്ടി മേക്കപ്പ് പ്രോ ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിരുന്നു. ഇതിൽ 100 ഡിഫറെൻറ്റ് ഐ ഷാഡോ കളേഴ്സാണ്. സോ എൻ്റെ ഡ്രസ്സിൽ പിങ്ക്, ബ്ലൂ, ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ ആൻഡ് ക്രീം ഷെയ്ഡ് ഇതുപോലെ മിക്സ്ഡ് ആണ്. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ മേക്കപ്പ് വീഡിയോസ് ഡ്രസ്സിനനുസരിച്ച് മാത്രമാണ് ഞാൻ ചെയ്യാറ്. സോ ഇതിൽ ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. ആദ്യം ഞാനിവിടെ ബേസായി ബ്രൗൺ ഷെയ്ഡ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്. ക്രീസ് ലൈനിലാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഔട്ടർ ലിഡിലാണ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ക്രീസ് ലൈനിലേക്ക് ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്ത് വളരെ പതിയാണ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈ ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്ത് ക്രീസ് ലൈനിൽ മാത്രമല്ല എബോവ് ക്രീസ് ലൈനിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യണം. പ്രൊഡക്റ്റ് നെക്സ്റ്റ് എടുക്കണമില്ല, ജസ്റ്റ് 1 ടൈം എടുത്താൽ മാത്രം മതി. ബട്ട് നല്ലപോലെ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യണം. ആൻഡ് ഇനി നെക്സ്റ്റ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്. സെയിം ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്ത് ആൻഡ് എക്സ്ട്രാ പ്രൊഡക്റ്റ് നിങ്ങൾ ആദ്യം ജസ്റ്റ് ഡാബ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ പ്രൊഡക്റ്റ് ഐ മേക്കപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞത് കൊണ്ട് നമ്മുടെ ഫേസിൽ ഫോളോ ആവാൻ ചാൻസസ് കൂടുതലാണ്. ആദ്യം ഔട്ടർ കോർണറിലാണ് ഡാർക്ക് ഷെയ്ഡ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം സെയിം ബ്രഷ് യൂസ് ചെയ്ത് ഞാൻ ക്രീസ് ലൈനിൽ മുഴുവൻ സെയിം കളർ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ക്രീസ് ലൈനിൽ നമ്മൾ ഐ ഷാഡോ എപ്പോഴും വളരെ ലൈറ്റ് ഷെയ്ഡ്സ് മാത്രം യൂസ് ചെയ്യാവൂ. ആൻഡ് നമ്മൾ ലിഡ് ഏരിയയിൽ ഏത് കളറാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സെയിം ഓപ്പോസിറ്റ് ലൈറ്റ് ഷെയ്ഡ് മാത്രം നിങ്ങൾ ക്രീസ് ലൈനിൽ യൂസ് ചെയ്യാവൂ. ആൻഡ് നെക്സ്റ്റ് ഡ്രസ്സിൽ പിങ്ക് ഷെയ്ഡാണ് ഏറ്റവും കൂടുതൽ. സോ ഈ ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഇവിടെ ഞാൻ ലിഡ് ഏരിയയിൽ യൂസ് ചെയ്യുന്നത്. ലിഡ് ഏരിയയിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്രീസ് ലൈനിൽ ആൻഡ് ഔട്ടർ കോർണറിൽ യൂസ് ചെയ്യാൻ ഫ്ലഫി ബ്രഷാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ക്രീസ് ചെയ്യാം. ബട്ട് കട്ട് ക്രീസ് ഒന്നും ചെയ്താൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായി ഇതുപോലെ ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ബട്ട് കട്ട് ക്രീസ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ആ ക്രീസ് ലൈൻ വളരെ ജെൻറ്റ്ലി ആയി വേണം നമ്മൾ ഷാർപ്പായി അപ്ലൈ ചെയ്യാൻ. ഇനി നമുക്ക് ഐലൈനർ യൂസ് ചെയ്യാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്ക് കളർ ഐലൈനർ യൂസ് ചെയ്യാം. പിങ്ക് കളർ ഐലൈനർ കയ്യിലില്ലെങ്കിൽ പിങ്ക് കളർ ലിപ് ബ്രഷ് കയ്യിലുണ്ടാവും, ലിപ്പ് ലൈനർ പെൻസിൽ അത് യൂസ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ മെബ്ലിൻ ദി കൊളോസൽ ബോൾഡ് ലൈനർ ബ്ലാക്ക് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി നമുക്ക് കണ്ണെഴുതാം. അതിനും ഞാൻ സെയിം മെബ്ലിൻ ദി കൊളോസൽ കാജലാണ് യൂസ് ചെയ്യുന്നത്. മെബ്ലിൻ ഐലൈനർ, കാജൽ, മസ്കാര ഈ മൂന്നും യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ വളരെ ഭംഗിയായി ഐ മേക്കപ്പ് ചെയ്യുക, ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇതെൻ്റെ ഒരു ടെക്നിക്കാണ്. ഒരു ബഡ്സ് യൂസ് ചെയ്ത് ഡ്രസ്സിൽ ബ്ലൂ ഷെയ്ഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ബ്ലൂ ഷെയ്ഡ് നമ്മുടെ താഴെ കാജൽ എഴുതി അതിൻ്റെ കൂടെ ഇത് നല്ലപോലെ സ്മച്ച് ചെയ്യണം. ഇനി ഡ്രസ്സിൽ ക്രീം കളർ ഉണ്ട്. സോ ക്രീം കളർ ഹൈലൈറ്റർ തന്നെയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്യാണ്, നമ്മുടെ ഐ മേക്കപ്പ് ഹൈലൈറ്റ് ചെയ്യാനാണ് ഞാൻ ഇന്ന് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫേക്ക് ഐലാഷസ് ഫിക്സ് ചെയ്യാം. വളരെ ഈസിയാണ്. ഫേക്ക് ഐലാഷസിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക, ജസ്റ്റ് 30 to 40 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ വേണം ഫിക്സ് ചെയ്യാൻ. അതിനുശേഷം ഔട്ടർ കോർണർ ഇന്നർ കോർണറിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് അതിനും ശേഷം നമ്മുടെ നാച്ചുറൽ ലാഷസ് ആൻഡ് ഫേക്ക് ഐലാഷസ് രണ്ടും നല്ലപോലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ വളരെ സിമ്പിളാണ് ഫേക്ക് ഐലാഷസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ. അതിനുശേഷം അത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മസ്കാര യൂസ് ചെയ്യാവൂ. മെബ്ലിൻ ദി കൊളോസൽ വാട്ടർ പ്രൂഫ് മസ്കാരാണ് യൂസ് ചെയ്യുന്നത്. സോ ഫേക്ക് ഐലാഷസ് ഗ്ലൂ ഡ്രൈ ആയതിനു ശേഷം അതെന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. ബട്ട് നമ്മൾ കറക്റ്റ് ഫിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ മസ്കാര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിക്സ് ആവില്ല. സോ അതുകൊണ്ടാണ് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മസ്കാര അപ്ലൈ ചെയ്യാവൂ എന്ന് പറഞ്ഞത്. സോ നമ്മൾ ഫേക്ക് ഐലാഷസ് ഫിക്സ് ചെയ്തു, മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നമ്മൾ ലോവർ ലാഷസിൽ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുക. ലോവർ ലാഷസിൽ മസ്കാര അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ മസ്കാര ബ്രഷിൽ പ്രൊഡക്റ്റ് അധികം ഒന്നും എടുക്കരുത്. അധികമുള്ള പ്രൊഡക്റ്റ് മുഴുവൻ നിങ്ങൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ലോവർ ലാഷസിൽ സിഗ്സാഗ് മോഡിലാണ് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് സിഗ്സാഗ് മോഡിൽ മസ്കാര അപ്ലൈ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നമ്മൾ കോം ചെയ്യുന്ന പോലെ മാത്രം ചെയ്താൽ മതി. ഇനി ഞാനിവിടെ ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. സ്വിസ് ബ്യൂട്ടി ബോൾഡ് മേറ്റ് ലിപ്പ് ലൈനർ ഫ്രൂട്ട് പഞ്ച് 04 ഷെയ്ഡാണ്. ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് നമ്മുടെ ലിപ്സിൻ്റെ ഔട്ടർ കോർണർ ക്ലിയർ ചെയ്യൽ മാത്രമല്ല, നമുക്കിപ്പോൾ ബിഗ് ലിപ്സ് ലുക്ക് വേണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ലിപ്സിന് ഏത് ലുക്ക് വേണമെങ്കിൽ നമുക്ക് ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ലിപ്സ്റ്റിക്. ഇത് മമ എർത്ത് മോയ്സ്ചർ മേറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് അവക്കാഡോ ആൻഡ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള 05 ബബിൾഗം ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. സോ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് നെക്സ്റ്റ് വൺ മേക്കപ്പ് ഫിക്സർ. സ്വിസ് ബ്യൂട്ടി അലോവേര വിത്ത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഒരു മേക്കപ്പ് ഫിക്സറാണ്. സോ മേക്കപ്പ് ഫിക്സർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസിൽ ഡയറക്റ്റായി സ്പ്രേ ചെയ്യാം. ബട്ട് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറിലേക്കാണ് സ്പ്രേ ചെയ്യണത്. ആൻഡ് ഫേസ് മുഴുവൻ ഇതുപോലെ നമ്മുടെ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. വളരെ ലൈറ്റായിട്ടാണ് ടച്ച് ചെയ്യണത്, ഹെവി ആയിട്ടൊന്നും അല്ല പ്രസ് ചെയ്യണത്. ആൻഡ് നമ്മൾ ഒരു കാര്യം കൂടി ഇനി ചെയ്യാനുണ്ട്. നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ടില്ല. സോ ഇത് ഞാൻ സ്വിസ് ബ്യൂട്ടി പ്രോ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റ് പാലറ്റിൽ ഈ പിങ്ക് ഹൈലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അതും നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ പോയിൻറ്റ് സൈഡ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സോ മേക്കപ്പ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ മാത്രം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. എല്ലാം എൻ്റെ ചാനലുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ആൻഡ് ഈ സെയിം ഹൈലൈറ്റർ തന്നെയാണ് ഇവിടെ ഞാൻ ബ്രോ ബോൺ ഹൈലൈറ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ നോസ് കോൺട്യൂർ ചെയ്തു. സോ നോസിൻ്റെ നമ്മുടെ ഈ ബ്രിഡ്ജ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ സെയിം ഹൈലൈറ്റർ തന്നെയാണ് ഇവിടെ ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് വളരെ കുറച്ച് മാത്രം. സോ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ട്സ് കണ്ടല്ലോ. ആൻഡ് ഹെയർ സ്റ്റൈൽ നമുക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ ലൂസ് ഹെയർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് അപ്പ് ഹെയർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ മേക്കപ്പിനനുസരിച്ച്, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.